ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഷാരി രാഹുലിനോട് പറയുന്നുണ്ട്, അതെ നിങ്ങളൊരു ദുഷ്ടനാണ്. എന്താണ് നിങ്ങളുടെ ശരിക്കും എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സരയു എൻ്റെ അരികിൽ വന്നത് എന്ന് ഞാൻ എന്തായാലും സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, എന്നാലും നിങ്ങളുടെ വായിൽ നിന്ന് അത് കേൾക്കണമെന്ന് പറയുന്ന സമയത്ത് രാഹുൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കുമാരൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയതും അങ്ങനെ അവിടെ കൊണ്ടുവച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, ദുഷ്ടനാണ് നിങ്ങൾ, ദുഷ്ടൻ. അങ്ങനെ നിങ്ങൾക്കൊരു കുഞ്ഞിനെ അവിടെ കൊണ്ടുവെക്കണമായിരുന്നെങ്കിൽ അതും ആ താരയുടെ കുഞ്ഞിനെ തന്നെ കൊണ്ടുവെക്കണമായിരുന്നു. ഏതെങ്കിലും ഒരു അനാഥ കുഞ്ഞിനെ കൊണ്ടുവെക്കായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഈ സത്യങ്ങൾ അറിഞ്ഞാൽ പോലും എൻ്റെ കുഞ്ഞിനെ എനിക്ക് സ്വന്തം കുഞ്ഞെന്ന രീതിയിൽ, അവകാശികളില്ലാത്ത എൻ്റെ സ്വന്തം കുഞ്ഞെന്ന രീതിയിൽ എനിക്ക് വളർത്താമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു ദുഷ്ടനാണോ? നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ കൺമുന്നിൽ വളരുമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എൻ്റെ കുഞ്ഞ് ആവരുത്, അതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, ഒരിക്കലുമല്ല ഷാരി, ഞാൻ അത് അറിഞ്ഞില്ല. താരയുടെ മകളാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. കുമാരൻ കൊണ്ടുവന്നത് താരയുടെ കുഞ്ഞാണെന്ന് അറിയില്ല. ഈ അടുത്തിടെയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറയുമ്പോൾ, നുണ പറയണ്ട നിങ്ങളെന്ന് പറയുമ്പോൾ, എൻ്റെ അമ്മയാണ് സത്യം എന്നിങ്ങനെ പറയാൻ നേരത്തെ നിർത്ത്, നിങ്ങൾ അമ്മയൊന്നും സത്യം ചെയ്യേണ്ട, നിങ്ങളെ തന്നെ തൊട്ട് സത്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ എന്നെ തൊട്ട് സത്യം ചെയ്യാണ്, ഞാനാണ് സത്യം, എനിക്കത് അറിയില്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ കുഞ്ഞ് ഒരിക്കലും സരയു എൻ്റെ കുഞ്ഞല്ല എന്ന് എനിക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ തന്നെയല്ല, അവൾ ഈ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല. അവൾ അറിഞ്ഞു കഴിഞ്ഞാലും ഒരിക്കലും താരയെ അവൾ അമ്മയായി അംഗീകരിക്കില്ല. ഞാൻ തന്നെയായിരിക്കും അവളുടെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷാരി പറയാണ്, അതെ ഞാൻ ഈ ചില സമയത്ത് എനിക്കിതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ അല്ലാതെ ആയി പോകുന്ന ചില സമയങ്ങളുണ്ട്. ആ സമയത്ത് എൻ്റെ കയ്യിൽ ചിലപ്പോൾ എന്തെങ്കിലും കത്തിയോ മറ്റോ ഉണ്ടായിരിക്കും. ആ സമയത്ത് എൻ്റെ അരികിലേക്ക് നിങ്ങൾ വന്നു പോകരുത്. വന്നു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളെ ഞാൻ കുത്തിക്കൊല്ലും, അതുകൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കു തർക്കവും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ഷാരിയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ, നല്ല രീതിയിൽ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവർ ആ ബെഡിൽ അറ്റത്തറ്റത്തായി രണ്ടുപേരും ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അവിടെ നിന്നും ഷാരി എഴുന്നേറ്റിട്ട് പതുക്കനെ ഹാളിലേക്ക് പോവുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ മനോഹർ ഹാളിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ ചിന്തിച്ച് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഷാരി അരികിലേക്ക് ചെല്ലുമ്പോൾ ഷാരിയോടായിട്ട് മനോഹർ പറയുന്നുണ്ട്, നിങ്ങൾ വന്നോ? അതെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്നൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ കുഞ്ഞുണ്ടല്ലോ, നിങ്ങളുടെ പേരക്കുഞ്ഞെന്ന് പറഞ്ഞ കൺമണി, അതിൻ്റെ അച്ഛൻ ഞാൻ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ കളിച്ചിരിയും അതുപോലെ കളിപ്പിക്കലും കാര്യങ്ങളൊക്കെ എന്നെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. എനിക്കിതുവരെയും ഒരു കുഞ്ഞിൻ്റെ കൂടെ കഴിയേണ്ട അവസ്ഥ വന്നിട്ടില്ല. ഇവിടെ എനിക്കൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇവിടെ വീണ്ടും നിലനിന്ന് പോകുന്നത്. പക്ഷേ എൻ്റെ മനസ്സ് ആ കുഞ്ഞ് ആടി ഉലയ്ക്കുന്നുണ്ട്. എനിക്ക് സ്നേഹം തോന്നുന്നുണ്ട് ആ കുഞ്ഞിനോട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഞാൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു അച്ഛനോ അമ്മയോ ആരാണെന്ന് അറിയാത്ത ഒരു ജന്മമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ ജീവിക്കാൻ മറ്റൊരു മാർഗവും ഇല്ലാതെ ആയപ്പോൾ ആദ്യം തന്നെ തിരഞ്ഞെടുത്ത മാർഗം എന്ന് പറയുന്നത് പോക്കറ്റടി ആയിരുന്നു. അത് ബസ്സിൽ കയറുക, എന്നിട്ട് പോക്കറ്റടിക്കുക, ഇറങ്ങിപ്പോവുക. പക്ഷേ അത് ഇതുവരെയും ആരും എന്നെ പിടിച്ചിട്ടില്ല. അതുവരെ ഒന്നും എന്നെ ആരും പിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിങ്ങനെ തുടർന്ന് ഞാൻ പോകുന്നു. പക്ഷെ അതിനിടയിലാണ് ഒരു പെണ്ണിൻ്റെ കഴുത്തിലെ മാല മോഷ്ടിക്കാൻ വേണ്ടി ഞാൻ ആ പെണ്ണിൻ്റെ കഴുത്തിലൂടെ ഇങ്ങനെ കൈയിട്ടത്. അപ്പോൾ ആ പെണ്ണ് കണ്ടു അത് ഞാൻ കൈ ഇങ്ങനെ ദേഹത്തിടുന്നത്. പക്ഷെ അവൾ വിചാരിച്ചത് അവളെ ഞാൻ തൊട്ടുരുമിയിരിക്കുന്നു എന്നാണ്. അവൾക്ക് മനസ്സിലായില്ല ഞാൻ അവളുടെ മാല മോഷ്ടിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ആ പെണ്ണിനെ ഞാൻ പ്രേമിച്ച് സ്വന്തമാക്കി. അതിനുശേഷം അവളൊരു നല്ലൊരു കഴിവുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ അവളുടെ സ്വത്തുക്കളെല്ലാം തന്നെ ഞാൻ അടിച്ചു മാറ്റി അവിടെ നിന്ന് മുങ്ങി. പിന്നെ അതൊരു സ്ഥിരം തൊഴിലാക്കി മാറ്റി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു തൊഴിലേക്ക് ഞാൻ വരുന്നത്. ഇപ്പം ഇവിടെ മാത്രമാണ് എനിക്ക് പാളിച്ചകൾ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ മനോഹർ താൻ എങ്ങനെയാവാനുള്ള കാരണങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഷാരിയോട്. എന്നിട്ട് ഷാരിയോട് ചോദിക്കുകയാണ്, ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ പറയുമെന്ന് പറയുമ്പോഴും പറയുന്നുണ്ട്, ആ ബഗാസുരൻ, അതായത് നിങ്ങൾ അത്ര വലിയ കുടുംബത്തിലല്ലെങ്കിലും ജനിച്ചതല്ലെങ്കിലും ബഗാസുരൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞത്. അതിനുശേഷം ബഗാസുരൻ താരയുടെ വയറ്റിലൊരു കുഞ്ഞിനെ അതിനെ സമ്മാനിക്കുകയും പിന്നെ നിങ്ങളുടെ കുഞ്ഞ് മരണപ്പെട്ട അവസരത്തിൽ ആ താരയുടെ കുഞ്ഞിനെ നിങ്ങളുടെ അരികിൽ കൊണ്ടു കിടത്തുകയും, അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എടാ ദുഷ്ട, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നു? എൻ്റെ കുഞ്ഞിനെ നീ ഇപ്പോഴും ചതിച്ചുകൊണ്ടിരിക്കല്ലടാ എന്നൊക്കെ ഇങ്ങനെ ഷാരി പറഞ്ഞ സമയത്ത്, അതെ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ, ഞാനും മാറിത്തരാം. പിന്നെ ഞാൻ നിങ്ങളെ മകളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു സുപ്രഭാതത്തിൽ ഇവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭ്രാന്താശുപത്രിയിൽ ഒരു ബെഡ് ബുക്ക് ചെയ്തോ, വേറെ ഒന്നിനുമല്ല, നിങ്ങളുടെ മകളെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ മുകളിലേക്ക് പോവുകയാണ്.
അതേ സമയത്താണെങ്കിൽ രാഹുൽ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരിക്കും. തൻ്റെ റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് ഇങ്ങനെ പതുക്കിനെ ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി കേൾക്കുന്നുണ്ട്. രാഹുൽ നേരെ ശാരിയുടെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ ശാരിയോട് പറയുന്നുണ്ട്, നിനക്ക് അപ്പോൾ നമ്മുടെ മരുമകൻ അവനൊരു ഫ്രോഡാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ആദ്യം അറിഞ്ഞത് എൻ്റെ മകളല്ല സരയു എന്ന സത്യമാണ്. പിന്നീട് അടുത്താണ് ഞാൻ ഇവനെ പറ്റി പറഞ്ഞത്. എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് ആകെ തകർന്നു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം നിന്നോട് പറഞ്ഞതല്ലേ, മരുമകൻ ഫ്രോഡാണെന്ന് നിന്നോട് പറഞ്ഞപ്പോൾ നീ എന്നെ എല്ലാവരും എന്നെ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുവന്നാക്കി എന്നെ ഷോക്ക് തന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ രാഹുൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ രാഹുലിനോടായിട്ട് ശാരി പറയാണ്, അതെ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ യാതൊരു കുറ്റബോധവും ഇല്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെ തരേണ്ട ഒരാളാണ്, നിങ്ങളെ ശരിക്കും കരണ്ട് അടുപ്പിച്ച് നിങ്ങളെ കൊല്ലണം, അങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നിങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ രാഹുലിനോടായിട്ട് ശാരി പറയുന്നുണ്ട്, അത് രാഹുൽ പറയുകയാണ് ശാരിയോട്, അത് എന്തായാലും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, ഇനി എങ്ങനെയെങ്കിലും നമ്മളുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് അവനെ ഇല്ലാതാക്കണം, അവനെ സ്നേഹിച്ച് അനുനയിപ്പിച്ച് അവനെ കൊല്ലണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാരി പറയാണ്, നിങ്ങൾ കൊല്ലേണ്ട കാര്യം പറയാതെ അവനെ തന്ത്രപരമായി മകളുടെ ജീവിതത്തിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റേണ്ട കാര്യം എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് പൈസ വേണം, അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് തീരുമാനിക്കാം എന്നിങ്ങനെ അവർ രണ്ടുപേരും മനോഹറിൻ്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന ഭാഗം പിറ്റേ ദിവസം എന്ന് പറഞ്ഞത് നമ്മുടെ നൂലുകെട്ടിൻ്റെയും അതുപോലെ കല്യാണിയുടെയും കിരണിൻ്റെയും കുഞ്ഞിൻ്റെ പിറന്നാൾ ദിവസമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ പിറന്നാളിൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൈയടിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പക്ഷെ നമ്മുടെ രൂപ മാത്രം അവിടെ ഇല്ല. ആ സമയത്ത് ഇവിടെ സരയുടെ വീട്ടിൽ സരയും അതുപോലെ കുഞ്ഞും മനോഹർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രൂപയെ. അപ്പോൾ രൂപ വന്ന് കാറിൽ വന്ന് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ രൂപ കാറിൽ വന്ന് ഇറങ്ങുമ്പോൾ അപ്പുറത്തുനിന്ന് കിരണൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ കിരൺ പറയുന്നുണ്ട്, അയ്യോ അമ്മയ്ക്ക് ഈ കേക്ക് കട്ട് ചെയ്യാൻ നേരത്തെ പോലും ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ലല്ലേ എന്നിങ്ങനെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ചെറിയൊരു വിഷമം കിരണിൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ സമയത്ത് നേരെ ഓടി വരികയാണ് സരയു രൂപയുടെ അരികിലേക്ക്, കാറിൻ്റെ അരികിലേക്ക്. ആൻറ്റി വന്നോ? ഞാൻ ആൻറ്റി സംശയിച്ചു വെറുതെ, ആൻറ്റി ഇങ്ങോട്ട് വരില്ല എന്ന് ഞാൻ വിചാരിച്ചു, എന്തായാലും വായു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തോളിൽ കൈയിട്ടിട്ട് കിരൺ ഇങ്ങനെ നോക്കിയിട്ട് ഒരു കളിയാക്കിയ ഒരു ചിരിയോട് കൂടി തന്നെ അകത്തേക്ക് കൊണ്ടുപോവുകയാണ് രൂപയെ. അങ്ങനെ രൂപ അവിടേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കുഞ്ഞ് എന്തായാലും ഇനിയിപ്പോൾ ചരട് കെട്ടെ, ഇനി ആരും വരാനില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് മനുവേട്ട എന്തായാലും കുഞ്ഞിന് ചരട് കെട്ട്, ആ കറുത്ത ചരടെടുത്ത് ആദ്യം കെട്ട് എന്നിങ്ങനെ പറയുകയാണ് സരയു. അപ്പോൾ ആ സമയത്ത് രൂപ പറയുന്നുണ്ട്, രൂപ രാഹുലിൻ്റെയും ശാരിയുടെയും ഇങ്ങനെ നോക്കുകയാണ്. രണ്ടുപേരും ആകെ ഒരു മാതിരിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി നിങ്ങൾ രണ്ടുപേരുടെ മുഖത്ത് ഇങ്ങനെ വല്ലാത്തൊരു വിഷമം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ സരയുയാണ് മറുപടി പറയുന്നത്, അത് അടുത്തിടെയായിട്ട് ഇപ്പം അങ്ങനെയാണ്, രണ്ടുപേർക്കും ഭ്രാന്താണ്, ഏറ്റവും കൂടുതൽ ഭ്രാന്ത് എൻ്റെ അമ്മയ്ക്കാണ് ഇപ്പോൾ എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. എന്തായാലും കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ പിടിച്ചു നിർത്തുന്നുണ്ട് സരയു. അതുപോലെ തന്നെ മനോഹർ ആ കുഞ്ഞിന് ആ ചരട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ചരട് കെട്ടിക്കൊടുക്കുമ്പോൾ മനോഹർ ശാരിയെ ഇങ്ങനെ നോക്കുകയാണ്, ഒരു കളിയാക്കിയ ഒരു പുച്ഛത്തോടു കൂടിയുള്ള ഒരു ഭാഗത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ശാരിക്കും അതൊരു വല്ലാത്ത വിഷമാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ രൂപ വന്നിട്ടുള്ളത് വെറും കൈയോട് കൂടിയിട്ടല്ല, കുഞ്ഞിന് ഒരുപാട് സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും രൂപയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട് ആ ഒരു കവറ്. അങ്ങനെ എന്തായാലും നൂലുകെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം താര കൊണ്ടുവന്ന സ്വർണത്തിൽ നിന്നും അതുപോലെ തന്നെ ഇപ്പോൾ രൂപ ഒരുപാട് സ്വർണ്ണമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. എല്ലാ സ്വർണ്ണങ്ങളും കണ്ട് മനോഹറിന് ഏതാണ്ട് ലഡുപൊട്ടി എന്നുള്ള രീതിയിലാണ് മനസ്സങ്ങനെ നിൽക്കുന്നത്. എന്തായാലും അവിടെ കിരണിൻ്റെയും കല്യാണിയുടെയും കുഞ്ഞിന് നമ്മുടെ കേക്ക് മുറിക്കുന്ന സമയത്ത് രൂപയ്ക്ക് അവിടെ വരാൻ പറ്റാത്തതിലുള്ളൊരു രൂപയുടെ മനസ്സിലുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.